Hello guys, welcome back to our YouTube channel Siddiq 4349. അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പോർച്ചുഗീസുകാർ പുതിയ കടൽപാത കണ്ടുപിടിക്കുന്ന വഴികളായിരുന്നു നമ്മൾ നോക്കിയത്. എന്നാൽ ഇപ്പോൾ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്രയെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. എനിക്ക് ഇതുവരെ ഒറ്റ ലൈക്ക് പോലും ലഭിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആ കാര്യം വിടുക. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര 1498 കോഴിക്കോടിന് സമീപത്തുള്ള കാപ്പാടി എന്ന സ്ഥലത്താണ് വാസ്കോ ഡ ഗാമ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിൻ്റെ വരവ് ഇന്ത്യയിൽ യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറന്നു. അടുത്ത പോയിന്റ്, അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജവംശമായിരുന്നു. അറബികളായിരുന്നു കോഴിക്കോടുകാരുടെ വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത്. അവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകണമെന്നുള്ള ഗാമയുടെ ആവശ്യം സാമൂതിരി അംഗീകരിച്ചില്ല. ഇതേ തുടർന്ന് ഗാമ കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാര അനുമതി നേടിയെടുത്തു. കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പോർച്ചുഗലിലേക്ക് മടങ്ങി. തൻ്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയിലധികം, 60 എന്നല്ല ഇവിടെ 70 എന്നാണ്, ചെറിയ തെറ്റുമൂലം സംഭവിച്ചതാണ്, 70 എന്നാക്കി കൊടുക്കുക. നമുക്ക് തുടരാം. ചരക്കുകളുമായാണ് തൻ്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയിലധികം മാറ്റി നമ്മൾ 70 ആക്കുന്നു. തൻ്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 70 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായാണ് ഗാമ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത്. സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക എന്നല്ല, വ്യാപാര അനുമതി എന്നാണ്. അത് ചെറിയ മാറ്റം വന്നതാണ്, ഞാൻ ശരിയാക്കിത്തരാം. ഇപ്പോൾ ശരിയായിട്ടുണ്ട്. സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകിയില്ല. സാമൂതിരിക്കും പോർച്ചുഗീസുകാർക്കുമിടയിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു. പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നു. സാമൂതിരിയുടെ നാവികത്തലവനായിരുന്ന കുഞ്ഞാലിമരയ്ക്കാർമാരിൽ നിന്നായിരുന്നു. ഈ പേര് നമ്മൾ നോട്ട് ചെയ്യണം. കുഞ്ഞാലിമരക്കാർ ഒരു ആളാണെന്നാണ് നമ്മൾ അറിഞ്ഞിരുന്നത്. പക്ഷേ അവർ 4-5 പേരുണ്ട്. അത് ഓർമ്മ വേണം. കുഞ്ഞാലിമരക്കാരിൽ നിന്നായിരുന്നു. കുഞ്ഞാലിമരക്കാരന്മാരുടെ കാലശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് കാര്യമായ ഭീഷണി ഒന്നും ഉണ്ടായില്ല. പോർച്ചുഗീസുകാരുടെ വരവ് ഇന്ത്യയിൽ സൃഷ്ടിച്ച ഫലങ്ങളാണ്. അത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം.
ഇവയാണവ: മേശ, കസേര, അലമാര, ജനവാതിൽ, പേന, ചാക്ക്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റായി പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകരുത്. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. കശുമാവ്, പറങ്കിമാവ്, പപ്പായ. ഏതൊക്കെ? ഈ പേരുകൾ എന്തായാലും പഠിക്കണം. കശുമാവ്, പറങ്കിമാവ്. കശുമാവ് എന്ന് പറഞ്ഞാൽ പറങ്കിമാവാണ്. കശുമാവ്, പറങ്കിമാവ്, പൈനാപ്പിൾ തുടങ്ങിയവ പരിചയപ്പെടുത്തി. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട അഥവാ മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു. കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് അധീനതയിൽ കീഴിലാക്കി. അടുത്തത് അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപം പ്രചരിപ്പിച്ചു. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. യൂറോപ്യൻ പടക്കോപ്പുകൾ യുദ്ധങ്ങളും അഭ്യസിപ്പിച്ചു. ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ.